ഏറെ കാലങ്ങൾക്ക് ശേഷം മക്ക ഹറമിന് മുകളിലെ മുഴുവൻ ക്രെയിനുകളും നീക്കം ചെയ്തു. അങ്ങനെ ഹറമിൻ്റെ പുതിയൊരു കാഴ്ച നൽകിക്കൊണ്ടാണ് ഇത്തവണ റമദാൻ ഇരു ഹറമിലേക്കും എത്തിയത്. പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് ക്രെയിനുകളോ മറ്റു തടസ്സങ്ങളോ ഇല്ലാത്ത ഹറമിന്റെ ആകാശ ദൃശ്യം. ഹറം കാര്യാലയമാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നത്. ഇവ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആവുകയും ചെയ്തു. 2010 ജൂണിലാണ് ഹറമിന്റെ മൂന്നാമത്തെ വിപുലീകരണ പദ്ധതി ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഹറമിന്റെ മുകളിൽ ക്രെയിനുകളുണ്ട്, ഒപ്പം നിർമ്മാണ സാമഗ്രികളും. 2015 സെപ്റ്റംബർ 11 ഹറമിലെ ഏറ്റവും ഉയരമുള്ള ക്രെയിൻ മത്താഫിലേക്ക് പതിച്ച് വലിയ ദുരന്തത്തിനും കാരണമായി. ഇതിന് പിറകെ ക്രെയിനുകളും പ്രവൃത്തികളും നിശ്ചലമാവുകയും ചെയ്തു. പിന്നീട് വിപുലീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഇപ്പോൾ 95% പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് റമദാന് മുന്നേ ക്രെയിനുകൾ നീക്കിയത്. ഇതോടെ രാത്രികാലങ്ങളിൽ ഹറമിന്റെ ദൃശ്യം ഏറ്റവും മികവുറ്റതായി മാറി. വിപുലീകരണ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഹറം പള്ളിക്കകത്ത് 13 ലക്ഷം വിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ഹറം വികസനത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. രാത്രിയിലാണ് മനോഹരമായ ദൃശ്യങ്ങൾ സാധ്യമാകുന്നത്. വിപുലീകരണം പൂർത്തിയാകുന്നതോടെ പ്രാർത്ഥനയ്ക്ക് അനുവദിച്ച സ്ഥലം 9,12,000 ചതുരശ്ര മീറ്ററായി വർദ്ധിച്ചിട്ടുണ്ട്. ടോയ്ലറ്റുകളുടെ എണ്ണം 3,515 നിന്ന് 16,726 മാറി. അംഗശുദ്ധി വരുത്താനുള്ള അഥവാ വുളുവിനുള്ള സൗകര്യം 2,479 എന്നതിൽ നിന്ന് 12,639 വർദ്ധിച്ചു. ഇസ്ലാമിക വാസ്തുവിദ്യയിൽ ഖുർആൻ ലിഖിതങ്ങൾ ആലേഖനം ചെയ്താണ് അത്യാധുനിക കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയത്. ദൂരെ നിന്നുള്ള ആകാശ ദൃശ്യത്തിൽ വെള്ളക്കൊട്ടാരം പോലെ മാറുകയാണ് മക്ക ഹറം.